നമസ്കാരം. തോരക്കുന്ന് മക്കാം, ആറങ്ങോട്ടുകര എഴുമങ്ങാട് പ്രദേശത്തെ ഈ മക്കാമിൽ പ്രാർത്ഥന നടത്താൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ വരാറുണ്ട്. ഈ മക്കാമിനെ പറ്റി ചില ഐതിഹ്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തോരക്കുന്ന് നേർച്ചയും ഈ പ്രദേശത്ത് വെച്ച് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ തോരക്കുന്ന് മക്കാമിൻ്റെ കറാമത്തിൽ വിശ്വസിക്കുന്നവർ സദയം എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ വിശ്വാസവുമായി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. വിശ്വാസത്തെക്കുറിച്ചോ അവിടെ വരുന്ന വിശ്വാസികളെക്കുറിച്ചോ അവിടുത്തെ കറാമത്തുകളെക്കുറിച്ചോ അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. മറിച്ച് വിശ്വാസത്തെ വിറ്റുജീവിക്കുന്ന, വിശ്വാസത്തെ ജീവിത മാർഗമാക്കി മാറ്റിയ, സ്വന്തം സമുദായത്തിലെ സഹോദരിമാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. അവരുടെ അനിസ്ലാമികമായ നടപടിയെക്കുറിച്ചാണ്, അവരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ഒരുപാട് വട്ടം ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തോരക്കുന്ന് മക്കാമിൽ വ്യാഴാഴ്ചകൾ തോറും ഒരു സ്വലാത്ത് നടക്കാറുണ്ടായിരുന്നു. ആ സ്വലാത്ത് അവിടെ നടത്തിയിരുന്നത്, അതിന് നേതൃത്വം നൽകിയിരുന്നത് മാട്ടായയിൽ താമസിക്കുന്ന തങ്ങൾ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ആ സ്വലാത്തിന് നേതൃത്വം നൽകിയത് അയാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചയായി അവിടെ ആ സ്വലാത്ത് നടക്കുന്നില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ തങ്ങൾ എന്ന് പറയുന്ന ആളുടെ തനിനിറം പുറത്തു വരുന്നത്. ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം 3 ആഴ്ചകൾക്ക് മുൻപ് ഈ പ്രദേശത്തൊരു ചെറിയ സംഘർഷമുണ്ടായി. ഇയാളെ ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർ തടഞ്ഞു വെച്ചു. സ്വലാത്ത് നടത്താൻ പാടില്ലെന്ന് നിർബന്ധിച്ചു. ഇതിൻ്റെ പേരിൽ വാക്ക് തർക്കങ്ങളുണ്ടായി. ഈ തർക്കത്തിന് കാരണം സ്ഥിരമായി ഈ സ്വലാത്തിന് വന്നിരുന്ന ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയമായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്ത്രീകളാണ് കൂടുതലായും ഇയാളുടെ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്തിരുന്നത്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് സ്വലാത്തിൻ്റെ സമയം. ആ സമയം തന്നെ ഒരു പ്രത്യേകതയുള്ള സമയമാണ്. ഇവിടെ വരുന്ന സ്ത്രീകളെ അവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ചൂഷണം ചെയ്യുന്നു. അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു. അവരിൽ നിന്നും പണം കൈക്കലാക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ നിരവധി പരാതികൾ ഈ തങ്ങൾക്കെതിരെ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി സ്വലാത്ത് ഇവിടെ നടത്തേണ്ടതില്ല എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞത്. ഇത് അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറായില്ല. നടത്തും എന്ന് തങ്ങളും നടത്താൻ പറ്റില്ല എന്ന് നാട്ടുകാരും. ഇതാണ് അവിടെയുണ്ടായ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണം. സാധാരണ പലയിടത്തും ഉണ്ടാവാറുള്ള വിഷയം എന്നതിനപ്പുറം വലിയൊരു പ്രാധാന്യം ഈ വിഷയത്തിനുണ്ടെന്ന് ഞങ്ങളും അന്ന് കരുതിയില്ല. പക്ഷേ ഇതുമായി ഞങ്ങൾ ഈ തങ്ങളെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു സംഘർഷം നടന്നതായി ഇയാൾ ഞങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ മറ്റു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ വിഷയത്തിൽ യാതൊരു പരാതിയുമില്ലെന്നും എനിക്കൊന്നും പറയാനുമില്ല എന്നാണ്, എനിക്കൊന്നും പറയാനില്ല എന്നുമാണ് അയാൾ പറഞ്ഞത്. സ്വാഭാവികം, തെറ്റ് ചെയ്യുന്നവർ പരാതി പറയാൻ ഒന്നും മടിക്കും. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒന്നാണ്. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ കോളുകൾ, അതിലെ വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. തങ്ങൾ മാത്രമല്ല ഇതിന് പിന്നിൽ, മറിച്ച് വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച, സ്ത്രീകളെ ലക്ഷ്യമിടുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെ ഈ സംഘത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതൊരു വലിയ ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം, സാധാരണ ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ പ്രദേശത്തുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അവരൊക്കെ ചേർന്നാണ് ഇതുപോലെയുള്ള പള്ളികളിലും മറ്റുമൊക്കെ സലാത്ത്, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയുക പോലുമില്ല എന്നുള്ളതാണ് രസകരം. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരാൾ തനിച്ചു കടന്നു ചെല്ലാൻ പഠിക്കുന്ന സ്ഥലമാണ് തോരക്കുന്ന്. അവിടുത്തെ വഴി അങ്ങനെയാണ്, പേര് പോലെ തന്നെ ഒരു കുന്നിൻ പ്രദേശം. ഇവിടെയാണ് രാത്രി 2 മണി വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇവർ സലാത്ത് നടത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ട്. നേതൃത്വം കൊടുക്കുന്നതിൽ ഒരാൾ പോലും നാട്ടുകാരനായിട്ടില്ല എന്നുള്ളതും നിഗൂഢത തന്നെയാണ്. ഇവിടെ പരിസരത്തുള്ള ആരും ഈ സ്വലാത്തിന് പോകാറില്ല. ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല.
അപ്പോൾ മക്കാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഒരിക്കലും മക്കാമിനെ കുറിച്ചല്ല. അവിടുത്തെ പകൽ സമയങ്ങളിൽ സന്ദർശനത്തിന് വരുന്ന വിശ്വാസികൾ ഞങ്ങൾ കണ്ടു. അവരെക്കുറിച്ചുമല്ല പറയുന്നത്. മതം വിറ്റു ജീവിക്കുന്ന, മതത്തെ മറ്റു ചൂഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന, ഈ മക്കാമിനെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ കൂട്ടാളികളെക്കുറിച്ചുമാണ്. ഈ വാർത്ത കൊടുക്കണോ വേണ്ടയോ എന്ന് 100 വട്ടം ഞങ്ങൾ ആലോചിച്ചതാണ്. ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം വെറുതെയാണെങ്കിൽ, വെറും കേൾവി മാത്രമാണെങ്കിൽ, വെറും കഥകളാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായി പോകില്ലേ എന്ന് സംശയിച്ചു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളെന്ന് പറയുന്ന ഈ ആളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി. അത് കേട്ടതോടെയാണ് ഇയാളുടെ യഥാർത്ഥ നിറം എന്താണ്, യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് അറിയാൻ കഴിഞ്ഞതും ഈ വാർത്ത കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ വോയിസിൽ അയാൾ പറഞ്ഞ ചില വാക്കുകൾ, അസഭ്യങ്ങൾ, അത് ഒരു സെക്സ് സിനിമയേക്കാൾ ഭയാനകമാണ്.